ജോൺ ബ്രിട്ടാസ് MP ഇന്ന് ഡൽഹിയിൽ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. വയനാട് ദുരന്തമുഖത്ത് സംസ്ഥാന ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ പൊടിച്ചുകൊണ്ട് വിശ്വഗുരുവും അദ്ദേഹത്തിൻ്റെ അടിമയായിട്ടുള്ള കേന്ദ്ര സഹവാഴ ഗോഷ്ടി ഗോപിയും വന്ന് സംയുക്ത ഫോട്ടോഷൂട്ട് നടത്തിയതിനെ സംബന്ധിച്ച് സ്വാഭാവികമായി പറഞ്ഞു പോകില്ലേ, ദുരന്ത മേഖലയിലുള്ളവരെ സഹായിക്കാൻ 10 പൈസ ഇതുവരെ തന്നില്ലെങ്കിലും അന്ന് സഹായിക്കാൻ എന്ന നിലയിൽ അയച്ച ഹെലികോപ്റ്ററുകൾക്ക് ഇന്നിപ്പോൾ ബില്ല് അയച്ചിട്ടുണ്ട് 135 കോടി രൂപ. ഒന്ന് ആലോചിക്കണേ, ഈ നാട്ടിലെ ആ ഒഴുകിപ്പോയ മനുഷ്യരെ കൂടി നികുതി പണത്തിലാണ് യുവമാരെല്ലാം ഈ സർക്കിട്ട് നടത്തുന്നത്. അവരുടെ ആ പൈസ കൂടി ചെലവഴിച്ചാണ് ഇവിടെ ഈ ഫോട്ടോഷൂട്ടിന് വന്നപ്പോൾ സുരക്ഷയ്ക്കും മറ്റ് ക്രമീകരണങ്ങൾക്കും വേണ്ടിയും സംസ്ഥാനം ലക്ഷങ്ങൾ പൊടിച്ചതും. അതിനുശേഷം ആ മനുഷ്യർക്ക് വേണ്ടി 10 പൈസ തരാതെ അവരെ സഹായിച്ചതിന് കൂടി ഈ നാടിൻ്റെ ഖജനാവിൽ നിന്ന് പിടുങ്ങാൻ വേണ്ടി 135 കോടി രൂപയുടെ ബില്ല് അയച്ചിരിക്കുകയാണ്. അതിനാണ് വിശ്വഗുരുവിനെതിരെ ബ്രിട്ടാസ് ഇങ്ങനൊരു പ്രതികരണം നടത്തിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയല്ലേ കേരള ഗവൺമെന്റ് മുടക്കിയത്. ആ തുക പോലും കേരളത്തിന് നൽകിയിട്ടില്ലല്ലോ. അദ്ദേഹം ആശുപത്രിയിൽ വന്ന് ഒരു കുഞ്ഞിനെ എടുത്തു വെച്ച് ആ കുഞ്ഞിന്റെ വിരലുകളൊക്കെ അദ്ദേഹത്തിന്റെ താടിയിലൂടെ ഉഴുത് ആ ചിത്രങ്ങളൊക്കെ ഈ ഡൽഹിയിലെ പത്രങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചിട്ട് വലിയ പരസ്യം ഉണ്ടാക്കി. എന്നിട്ട് 1 രൂപ പോലും കേരളത്തിൽ നൽകുന്നില്ല. ഇതല്ലേ BJPയുടെ സമീപനം? കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ചെലവും ഇവർ സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് പിടിച്ചു മേടിക്കുകയാണ്. പ്രളയകാലത്ത് നമുക്ക് സൗജന്യ അരി തരുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്തയുണ്ടാക്കിയ ശേഷം ആ സൗജന്യ അരിയുടെ വില ഇവർ പിടിച്ചു മേടിച്ചു. എനിക്ക് തോന്നുന്നില്ല ഈ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ കോളനിയായിരുന്ന ഇന്ത്യയോട് ഇതുപോലൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കേരളത്തെ ഒരു കോളനിയേക്കാൾ മ്ലേച്ഛമായ ഒരു സ്ഥിതിയിലാണ് ഡൽഹിയിലെ കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കണ്ടില്ലേ, ആരായാലും പറയും, സ്വാഭാവികമല്ലേ. ഏതെങ്കിലും ഒരു മനുഷ്യത്വമുള്ള വ്യക്തി ചെയ്യുന്ന പ്രവർത്തനമായിരിക്കുമോ? ആ ദുരന്ത മേഖലയിലുള്ളവരെ സഹായിക്കാൻ ഒരുത്തൻ്റെയും വീട്ടിലുള്ള പണമല്ല കേരളം ചോദിക്കുന്നത്. ഈ നാട്ടിലെ ആ ഒഴുകിപ്പോയ മനുഷ്യരുടെ, അവരുടേതായി ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ വിയർപ്പോഹരിയായിട്ടുള്ള നികുതി പണം ഈ നാട്ടിൽ നിന്ന് പിഴിഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. ആ പണമാണ് ഈ നാട്ടിലേക്ക് തിരിച്ചു തരാൻ പറയുന്നത്. അല്ലാതെ ഒരുത്തൻ്റെ ഔദാര്യത്തിലോ ഒരു ശാഖയിലെയോ അല്ലെങ്കിൽ വിശ്വഗുരുവോ സഹവാഴയുടെ വീട്ടിൽ അടയ്ക്ക വെട്ടിയതോ തേങ്ങ അടത്തതോ അല്ല. ഈ മനുഷ്യരുടെ എല്ലാം നികുതി പണമാണ്. ആ പണം തരാതെ ഒളിച്ചു കളിക്കുന്ന, ആ പണം തരാതിരിക്കാൻ പല തരത്തിലുള്ള മുട്ടാപ്പോക്കുകൾ പറയുന്നവരോടാണ് ഈ മറുപടി പറഞ്ഞിരിക്കുന്നത്. എന്ത് തരം ഫോട്ടോഷൂട്ടായിരുന്നു? അതിന് സംസ്ഥാന ഖജനാവിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ ഇതേ മനുഷ്യരുടെ നികുതി പണം അന്ന് ആശുപത്രിയിൽ വന്നും വയനാട് ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിൽ ഹെലികോപ്റ്ററിൽ കറങ്ങിയതിനും പലയിടങ്ങളിലും രക്ഷാപ്രവർത്തനത്തിന് പോലും തടസ്സപ്പെടുത്തി നടത്തിയ ഫോട്ടോഷൂട്ട്, അതെല്ലാം സ്വന്തം PR വർക്കിന് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം ആ മനുഷ്യർക്ക് ഇന്ന് 10 പൈസയുടെ സഹായമില്ല. സഹായമെന്ന് കേൾക്കുമ്പോൾ സംഘികൾ പറഞ്ഞുകൊണ്ട് നടക്കും എന്തോ അവരുടെ ഔദാര്യമായിട്ട് തരുന്നതെന്ന്. ഔദാര്യമല്ലെന്നേ, കേരളത്തിലെ മനുഷ്യർ ഇന്ധനം അടിച്ചതിൻ്റെ, കേരളത്തിൻ്റെ മനുഷ്യർ ഗ്യാസ് വാങ്ങിച്ചതിലൂടെ, കേരളത്തിലെ മനുഷ്യർ വാങ്ങിയ ഓരോ സാധനത്തിനും നികുതി ചുമത്തിക്കൊണ്ട് അവരിൽ നിന്ന് പിഴിഞ്ഞെടുത്ത പൈസ ഈ നാടിന് കൂടിയേ തീരൂ. അത് തരാതെ പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നീട്ടി കൊണ്ടുപോകുമ്പോൾ ഈ നാടിനെ തകർക്കണമെന്നുള്ള ലക്ഷ്യം അതിനിടയ്ക്കുണ്ട്. ആ ലക്ഷ്യത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്. ദുരന്ത മേഖലയിൽ സഹായിച്ച ഓരോ കാര്യത്തിനും എണ്ണി ബില്ലയച്ച് കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് കൂടുതൽ പൈസ അങ്ങോട്ടേക്ക് പിടുങ്ങിയെടുക്കുകയാണ്. ഒന്ന് ആലോചിക്കണേ മനോഭാവങ്ങൾ. ഈ നാട്ടിലെ മനുഷ്യരാണ്. കൊളോണിയൽ കാലത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ പോലും ഒരു നാടിനോടും ഇത് ചെയ്തിട്ടില്ല. കപ്പം പിരിച്ച് കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കുമായിരുന്നു. ഇത് മുഴുവൻ വെട്ടിത്തിന്നും ധൂർത്തടിച്ചും തീർക്കുന്ന വിഭാഗക്കാർ. ആ വിഭാഗക്കാരോട് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് മറുപടി പറയാൻ കഴിയുക?